ഈ പരിശുദ്ധ റമളാൻ പോലെ അടുത്ത റമളാനിൽ നമ്മൾ സമാധാനത്തോടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ റമളാനിൽ നമ്മൾ ദാനം ചെയ്യുന്നത് പോലെ അടുത്ത റമളാനിൽ ദാനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ വേണ്ട. കാരണം വന്നവർ തിരിച്ചു പോകാനുള്ള സാധ്യത കുറവാണ്. പ്രവർത്തിച്ച കമ്പനികൾ വീണ്ടും പുനരാരംഭിക്കൽ സാധ്യത കുറവാണ്. പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെട്ടു പോയ എല്ലാ സ്വത്തും സമ്പാദ്യവും അമേരിക്കയും ഇസ്രായേലും കൊണ്ടുപോയി. അവരുടെ ശക്തിയെക്കുറിച്ച് മുസ്ലിം ഉമ്മത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവരുടെ ശക്തിയെക്കുറിച്ച് ഇന്നും മനസ്സിലായിട്ടില്ല. അവരുടെ ശക്തി മഹാശക്തിയാണ്. ആ ശക്തി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സഹജമായ ശക്തിയല്ല, സാങ്കേതിക വിദ്യയുടെ ശക്തിയല്ല, അത് ശാസ്ത്രത്തിന്റെ ശക്തിയല്ല. പിന്നെയോ അവർക്ക് ശക്തി പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം അവരോടൊപ്പമുണ്ട്. ആ ശക്തിയെക്കുറിച്ച് ഹബീബുനാ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ പ്രവാചകൻ കാലങ്ങൾക്ക് മുമ്പേ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞുപോയ പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകി. ആദ്യത്തെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനത്തിൽ വരുന്ന അവസാനത്തെ മനുഷ്യൻ വരെ കാണുന്ന ഏറ്റവും വലിയ ഫിത്നയുടെ കവാടം തുറക്കുന്ന ഏറ്റവും വലിയൊരു ദുനിയാവിൻ്റെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ച് ഹബീബുനാ റസൂലുള്ളാഹ് പറഞ്ഞു, മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, മസീഹുദ് ദജ്ജാലിനെ നമ്മൾ മനസ്സിലാക്കിയത് ലോകത്തിന്റെ അവസാനത്തിൽ, അതേ അവസാനത്തിൽ തന്നെയാ വരിക. എന്നാൽ ആ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനം ഈസ നബിയുടെ വരവിനോടനുബന്ധിച്ച് മഹാനായ ഈസ നബിയുടെ വരവിന് കാരണമാകുന്ന ഇമാമുൽ മഹദിക്ക് ശേഷം പുറപ്പെടുന്ന ദജ്ജാലിന്റെ ഔദ്യോഗിക വരവിനെ കുറിച്ച് പറയുമ്പോ ആ ദിവസത്തിൽ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മുസ്ലിമീങ്ങൾ അറിയണേ, ദജ്ജാലൂന കദ്ദാബൂൻ, കള്ളന്മാരായ കൊള്ളക്കാരായ വഞ്ചകന്മാരായ ദജ്ജാലുമാര് മുന്നേ കൂട്ടി നിങ്ങളിലേക്ക് വരും. ചില ഹദീസുകളുടെ ആശയത്തിൽ കാണാം 30ഓളം വരുന്ന ആളുകൾ ഉണ്ടാകും അക്കൂട്ടത്തിൽ. അവരുടെ പ്രധാനപ്പെട്ട അടയാളം കദ്ദാബൂൻ, അവര് കള്ളന്മാരാ, അവര് വ്യാജ വാർത്തകളുമായി വരുന്നവരാണ്. സത്യമെന്നത് അവരുടെ മുമ്പിൽ വില പോകാത്ത കാര്യമാ. ആ രൂപത്തിലാണ് അവർ വരിക. ഈ ദജ്ജാൽ എവിടെയാണ് ഉണ്ടാവുക? ദജ്ജാൽ എവിടെയുണ്ടോ, ഇന്ന ദജ്ജാല ലയത്തബിഉഹു 70,000 മിൻ അശ്റാഫിൽ യഹൂദ്. 70,000 വരുന്ന ജൂത നേതാക്കളായിരിക്കും ദജ്ജാലിനോടൊപ്പം സഹവാസികളായി കൂടെ എപ്പോഴും ഉണ്ടാവുക. ഇനി ലോകത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് നോക്കിക്കോ. ചില സൂചനകൾ, ചില ചിന്തിക്കാൻ ചില കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അമേരിക്കയുടെ ഇസ്രായേലിന്റെ ആയുധശക്തി, അവരുടെ സാങ്കേതിക വിദ്യ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന കുറേ ശക്തി, ഞാൻ പറയാ സാങ്കേതിക വിദ്യയുണ്ട്, ശാസ്ത്രമുണ്ട്, അത് പകുതി മാത്രം വിചാരിച്ചാൽ മതി. ഇതിനപ്പുറം അവരുടെ ശക്തിയുടെ അപ്രമാദിത്വത്തിന്റെ പ്രധാനപ്പെട്ട ശക്തിയുടെ കേന്ദ്രം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകാവസാനത്തിൽ ഉമ്മത്തുൽ മുസ്ലിമയ്ക്ക് പരീക്ഷണമായി കൊടുക്കുന്ന ദജ്ജാലിന്റെ ശക്തിയാണ്, ദജ്ജാലിന്റെ സഹായമാ, ദജ്ജാലിന്റെ സഹവാസമാ. സിമ്പിൾ 2-3 ഉദാഹരണങ്ങൾ മാത്രം. ബുർജ് ഖലീഫ ഉണ്ടല്ലോ, ആകാശം മുട്ടുന്ന ആകാശഗോപുരം. ആ ആകാശഗോപുരത്തിലേക്ക് പച്ചക്കൈയും പച്ചക്കാലും വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ വെറും കാൽപാദങ്ങൾ വെച്ച് ഇങ്ങനെ നടന്നു കയറുകയാണ്. നമ്മൾ കണ്ടില്ലേ? വെറും കൈകാലുകൾ കൊണ്ട്, കാൽപാദം കൊണ്ട്, പ്രത്യേകിച്ച് ഒരു ഉപകരണങ്ങളുടെയും സഹായമില്ല, ഒന്നുമില്ലാതെ അതിലൂടെ ഒരു മനുഷ്യൻ അതിന്റെ ചില്ലുകളിലൂടെ പിടിച്ചുകൊണ്ട് കയറുകയാ. ഏത് സാങ്കേതിക വിദ്യയുടെ സഹായത്തിലാണ്? മനുഷ്യന്റെ പരിശീലനം സർക്കസിലും സർക്കസിലുള്ള പരിശീലനം പോലെ യുദ്ധ പരിശീലനം എന്നാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പരിശീലനം നമ്മൾ പറയുന്ന ആളുകളെ തന്നാൽ, നമ്മൾ പറയുന്നത് പോലെ അവർ ജീവിക്കുമെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ പരിശീലനം കൊടുത്തിട്ട് നിങ്ങൾ പറയുന്ന റൂട്ടിലല്ല, നമ്മൾ പറയുന്ന റൂട്ടിലൂടെ, മുസ്ലിമീങ്ങൾ പറയുന്ന റൂട്ടിലൂടെ, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം നിലനിർത്തി, മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരവും വിശ്വാസവും ഖുർആനിന്റെ പാരായണം നിലനിർത്തിക്കൊണ്ട് ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് തരാം. നിങ്ങൾ പറയുന്ന പരിശീലനം കൊടുത്തിട്ട് ബുർജ് ഖലീഫയിൽ പച്ചയായ കൈയും കാലും പിടിച്ചുകൊണ്ട് കയറുന്ന ഒരു മനുഷ്യനെ കാണിക്കാൻ ആധുനിക അമേരിക്കയ്ക്കും യൂറോപ്പിനും കഴിയില്ല. എന്തുകൊണ്ട്? അവിടെ ഒരു സാങ്കേതിക വിദ്യയുമില്ല, ഒരു പരീക്ഷണവുമില്ല, ഒരു പരിശീലനവുമില്ല. നമുക്ക് കാണാൻ കഴിയാത്ത ബാത്തുലിന്റെ, പിശാചിന്റെയും ശൈത്താനിന്റെയും ദജ്ജാലിന്റെയും ശക്തി അവരെ താങ്ങിക്കൊടുക്കുകയാണ് ഇരുന്നത്.
നയാഗ്ര വെള്ളച്ചാട്ടം ലോകത്ത് മനുഷ്യൻ ഭയപ്പാടോടെ നോക്കുന്ന അപാരമായ ഗർത്തമാണ്. ആ ഗർത്തത്തിന്റെ മേലെ ഇവിടെ നിന്ന് അങ്ങോട്ട് 275 മീറ്റർ നീളത്തിൽ വലിയ 2 കമ്പിത്തൂണിൽ വലിച്ചു കെട്ടിയ ഒരു റോപ്പ്. ആ റോപ്പിന്റെ മേലെ കൂടി 60 കിലോഗ്രാം ഭാരമുള്ള വലിയ ഇരുമ്പിന്റെ പൈപ്പ് പിടിച്ചിട്ട് ഒരു മനുഷ്യൻ ഒരു ബന്ധവുമില്ലാതെ ഒരു മനുഷ്യൻ ഇപ്പുറത്ത് നിന്ന് നേരെ അപ്പുറത്ത് സമാധാനത്തോടെ നടന്നു പോവുകയാണ്. എന്നിട്ട് പറയാ പരിശീലനം, ഒരു പരിശീലനവുമില്ല. പക്കാ പിശാചിന്റെ സഹായം, പച്ചയായ ജിന്നുകളുടെ സഹായം, പച്ചയായ ദജ്ജാലിന്റെ സഹായം. ആകാശഗംഗയെ കീറിമുറിച്ചുകൊണ്ട് ആകാശ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഉപഗ്രഹങ്ങൾ, ചന്ദ്രനെയും ചൊവ്വയെയും കീറിമുറിക്കുന്ന പരീക്ഷണങ്ങൾ. ഇനി ലോകാവസാനത്തിൽ അവസാനത്തെ അന്തിമ കാലഘട്ടത്തിൽ ലോകം അവസാനിക്കുമ്പോൾ സംഭവിക്കുന്ന ആ സംഭവം എന്തായിരിക്കും? ആ മഹാവിസ്ഫോടനം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ.